ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് ആൻഡ് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആക്റ്റീവ സ്കൂട്ടർ ഇന്നലെ വരുന്ന സമയത്ത് നൈറ്റ് സമയത്ത് കിക്കർ ബ്ലോക്ക് ആയിട്ട് ജാം ആയിട്ട് കേട്ടോ, അത് എങ്ങനെ റിലീസ് ചെയ്യാന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് നമ്മളിതാണ് ഞാൻ പറഞ്ഞത്, നൈറ്റ് വന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിക്കർ ജാമായി പറഞ്ഞതാണ് അവസ്ഥ. നോക്കിക്കോളൂ, ഇത്രയും ബ്ലോക്കാണ്. നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഫുള്ളായിട്ട് ജാമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ റിലീസ് ചെയ്തെടുക്കാമെന്നാണ്. നമ്മളിപ്പോൾ ഞാൻ നല്ല നൈറ്റൊക്കെ നല്ല ചവിട്ടിയൊക്കെ നോക്കിയതാണ്. നമ്മൾ കാലോട് ചെറുപ്പിട്ടിട്ടില്ല, എന്നൊരു ചവിട്ടിയിൽ ഇതാണ് അവസ്ഥ. ഉണ്ടാകും ലോക്ക് ചെയ്താലും ഫുള്ള് ജാമായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ റിലീസ് ചെയ്യാമെന്നുള്ളതാണ്. ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ബോൾട്ട് അഴിച്ചിട്ട് നമുക്ക് ഓയിലിട്ട് കൊടുക്കാമെന്നാണ് പ്ലാൻ. 12 സ്പാൻഡർ എടുത്തിരിക്കുന്നത്, ഇതാണ് അടുത്ത് അഴിക്കാൻ പോകുന്നത്. ഇതിന് ബോൾട്ടിന് കറക്റ്റാണത്. ഓൾറെഡി ഞാൻ ലൂസാക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഓൾറെഡി നല്ല ടൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എടുക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിവിടെ ഓൾറെഡി ത്രെഡ് ഉള്ളതാണ് ഇത്. അപ്പോൾ നമുക്ക് എടുക്കാനുള്ള വളരെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ തട്ടിയെടുത്തിട്ടോ. നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് ലിവറും ബോൾട്ടും. അപ്പോൾ എങ്ങനെ വരുന്നത് നമ്മൾ നോക്കണം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇട്ടത് നമ്മൾ ഇതേപോലെ തന്നെ ഇടാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ മറിച്ചൊന്നും ഇടരുത്, മാറിപ്പോൾ. നമ്മൾ ഡീസൽ ഒന്ന് ജസ്റ്റ് ബ്രഷിലാക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വണ്ടി ഓൾറെഡി ഇപ്പോൾ കിടത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് കിടത്തുന്ന വീഡിയോ എടുത്തില്ല. അതായത് എന്നാൽ മാത്രമേ ഇത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ജാമായത്, അതായത് നമുക്ക് ഉള്ളിലോട്ട് ഡീസലൊക്കെ ഇറങ്ങിപ്പോയി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഓയിൽ ഇട്ട് കൊടുത്താൽ അത് നമുക്കൊന്ന് സ്റ്റക്ക് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വണ്ടി ഒന്ന് കിടത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് റിലീസ് ആവട്ടെ എന്നുണ്ടെങ്കിലേ സ്റ്റക്കായത്തൊന്ന് റിലീസ് ആകാൻ വേണ്ടി നമ്മുടെ ബ്രഷ് ഡീസൽ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാൻ വേണ്ടിയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണോ ഓയിലിടാം. ഒരു അരപ്പഞ്ച് പോകണ്ട, നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ഓയിലിടാം. ഓയിലിട്ട ശേഷം നമുക്കൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഇത് ക്ലിയർ ആകത്തുള്ളൂ. എന്നിട്ട് മെല്ലെ നമുക്ക് കിക്കർ കാലുകൊണ്ടോ കൈ കൊണ്ടൊക്കെ ഒന്ന് ചവിട്ടി പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ റിലീസ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് വിചാരം. അത് ഈ ഒരു മാർഗം നമുക്ക് ഇല്ലെങ്കിൽ മാത്രമേ സാധ്യമായില്ലെന്ന് മാത്രമേ ഈ കപ്പ് അഴിക്കേണ്ട ആവശ്യമുള്ളൂ. ചിലർ ഫസ്റ്റ് അടുപ്പ് തന്നെ അതേമാതിരി കിക്കർ ജാമായി കഴിഞ്ഞാൽ ഈ ടോപ്പ് അഴിക്കാറുണ്ട്. അപ്പോൾ അത് അഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓൾറെഡി ഇങ്ങനെ ആക്കിയാലും ശരിയാവും. നമുക്ക് അതാണ് ട്രൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ഡീസൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തോന്നുന്നു ഗ്രീസുകൾ പോലെയുള്ള അഴുക്കൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഡീസൽ ഇട്ട് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ അത്യാവശ്യം ചളിയൊക്കെ ഉണ്ടോ, ചളിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ വണ്ടി ഓൾറെഡി ചരിച്ച് കിടത്തിയാണ്. ഇപ്പോൾ ഒന്ന് നൂർത്തിയാണ് കേട്ടോ. അല്ലാണ്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുള്ളതൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഒന്നുകൊണ്ട് ഡീസലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡീസൽ ഇട്ട് കൊടുത്തിട്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീസൽ ഉള്ളിലോട്ടൊക്കെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലുള്ള പല്ല് ത്രെഡിലൊക്കെ പോയി ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ ഇട്ട് നോക്കിയിട്ട് ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ. അതിന് ശേഷമാണ് ഇനി ഓയിലിടാൻ. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡീസലൊക്കെ ഇട്ടിട്ടുണ്ട്. പഴയതുപോലെ തന്നെ വലുതായിട്ട് മാറ്റം വന്നിട്ടില്ല, സംഭവിച്ചില്ല. നമുക്ക് ടൈം കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. നമ്മളൊന്നും അയച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ പിടിച്ച് ഇളക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ കിക്കർ ഇട്ടത് കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓയിലിടാം. നമ്മുടെ പഴയ ആക്റ്റീവിൻ്റെ തന്നെ എൻജിൻ ഓയിൽ കുറച്ച് ബാക്കിയുണ്ട്. ഒരു 25 ml ജസ്റ്റ് നമ്മൾ ഒഴിക്കാതെ വെച്ച ബാക്കിയുണ്ടായിരുന്നു. അതിൻ്റെ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ റെഡ് ഓയിൽ നല്ല ഓയിലാണ്. അപ്പോൾ നമുക്ക് അത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ വേസ്റ്റ് ഓയിലൊന്നും അല്ല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ജസ്റ്റ് അതിലോട്ട് ഒഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മൂടിയിലാക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ കിക്കറിൻ്റെ ഭാഗത്തേക്ക് ജാമായ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണും പറയും കൂടിപ്പോയതാണ്. എന്നിട്ട് കണ്ടോ ഓയിൽ ഒഴിക്കുമ്പോഴും ഒരുമാതിരി കറുപ്പ് ഗ്രീസ് പോലെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി തുടച്ച് കൊടുത്തിട്ട്
നമുക്ക് ഒന്നും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടെ ഓയിൽ ജസ്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് മതി. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ടാണ് പ്ലാൻ. അതുകൊണ്ട് കൂടുതലായി കഴിഞ്ഞ് ഒഴുകി പോകും. വണ്ടി അപ്പളത്തിനേക്കാളും ഒന്നും കൂടി ചരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഓയിൽ വെളിയിലേക്ക് ഒരുപാട് വെളിയിലേക്ക് തള്ളി വരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതുണ്ട് എന്നിട്ടടക്കം വെളിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ഉള്ളിലോട്ട് ഓയിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഓയിൽ ഉള്ളിലോട്ട് ഇറങ്ങണം, എന്നാലേ അതിൻ്റെ സ്ട്രക്ക് മാറത്തുള്ളൂ. അപ്പോൾ എന്തായാലും 1 മണിക്കൂർ കഴിയിട്ടോ. അതുകൊണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെ ആയിട്ടോ. രാവിലെ നമ്മൾ അതായത് വണ്ടി സ്കൂട്ടീനെ ആദ്യം നിർത്തി ഒഴിച്ച് നോക്കി ഓയിൽ, ശരിയായില്ല. വണ്ടീനെ കിടത്തിയിട്ടാണ് പിന്നെ ഓയിൽ ഇത് നമ്മുടെ ലിവറൊക്കെ അഴിച്ചിട്ട് കിക്കറൊക്കെ അഴിച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നിട്ട് കിക്കർ അടിച്ച് നോക്കി, അനക്കവുമില്ല. ഏകദേശം ഒരു 5 മണിക്കൂർ 6 മണിക്കൂറായി. അത് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഒരു 15 മണിക്കൊക്കെ ഒഴിച്ചതാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 6:30 കഴിഞ്ഞു, വൈകിട്ട് 6:30. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുണ്ട്. നമ്മൾ കിക്കർ അടിച്ച് നോക്കിയപ്പോൾ, ഞാൻ കൈ കൊണ്ട് കിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഈ സ്റ്റക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഒഴിച്ചിട്ടാണ് അത്യാവശ്യം ഇതായത്. ഇപ്പോൾ നമുക്ക് ഇനി കൈ കൊണ്ട് തന്നെ കൈ കൊണ്ട് അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാലുകൊണ്ട് നമ്മൾ നോക്കാം, ട്രൈ ചെയ്യട്ടോ. കൈ കൊണ്ട് ഇപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ കാണുമ്പോൾ പറയും നിങ്ങൾ ആദ്യം കാണുമ്പോൾ നല്ല സ്റ്റക്കായിരുന്നല്ലോ. അപ്പോൾ ഞാനത് കൈ കൊണ്ട് ക്ലിയർ ആയിട്ട് വരത്തില്ല. അപ്പോൾ ഞാൻ കാലുകൊണ്ട് തന്നെ കിക്കർ അടിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുണ്ട്. നമ്മൾ കിക്ക് ചെയ്ത് നോക്കാം. വണ്ടി ചാവി ഓണാണ്. ഹലോ, അപ്പോൾ നമ്മൾ കൈ കൊണ്ട് അടിക്കുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. നമ്മൾ കാലുകൊണ്ട് അടിച്ചപ്പോൾ വണ്ടി ഓക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ എഞ്ചിൻ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അത്യാവശ്യം 1 മണിക്ക് എന്താ പറയുക, രാവിലെ നേരത്തെ ഒഴിച്ച് കൊടുത്തിട്ട് വൈകിട്ട് 6:30 ആയി. ഏകദേശം ഒരു 6 മണിക്കൂർ വെച്ചോളൂ. അത്ര ആയിരുന്നു കേട്ടോ, ടൈം ആയിട്ട്. അപ്പോൾ നമ്മൾ പക്ഷേ എന്നിട്ട് കൈ കൊണ്ട് അമുത്തുമ്പോൾ നല്ല സ്റ്റക്ക് ഉണ്ടായിരുന്നു. കാലുകൊണ്ട് അടിക്കുമ്പോഴാണ് കൈ കൊണ്ട് നമുക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ലൂസായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കാലുകൊണ്ട് അടിച്ചത്. കൈ കൊണ്ട് കിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇതിപ്പോൾ എല്ലാ ടൈമിലും ഇത് ഓക്കെ ആവണമെന്നില്ല കേട്ടോ. ഇത് അത്യാവശ്യം ചില സമയങ്ങളൊക്കെ ഓക്കെ ആവും, ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇത് ചില സമയത്ത് നമുക്ക് വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് ഉള്ളഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലഴിച്ചിട്ട് പാഡ്സൊക്കെ നോക്കേണ്ടി വരും, ചെക്ക് ചെയ്യേണ്ടി വരും. ഞാനതിന് റെഡി ആയില്ലെങ്കിൽ, നമ്മൾ ഓയിൽ ഒഴിച്ച് റെഡി ആയില്ലെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ പോകാറുണ്ടായിരുന്ന പ്ലാന് അതിന് മുമ്പ് റെഡി ആയിട്ടോ. അത് എല്ലാവർക്കും റെഡി ആവുന്നില്ല. നമ്മുടെ ഒരു വിഷം പറഞ്ഞാണ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.